ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചെമ്മീനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ചെമ്മീനിൽ നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഞാൻ അതേ ഓയിൽ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പം ഇതിൻ്റെ ഒരു വശം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ചെമ്മീനൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടി ചതച്ചെടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്കൊരു 3 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീനിലെ തൈര് ചേർക്കില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താൽ മതിയാകും. തൈരും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇത് വഴറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെമ്മീനും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസ് കൂടി റെഡി ആക്കി എടുക്കാം. ഇനി റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 1.5 കപ്പ് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ റൈസ് ഒരു 90% ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 90% റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ റൈസിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ റൈസൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഓണിയനും കാഷ്യൂവും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് ദമ്മ് ചെയ്തെടുക്കണം. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചോറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ റൈസും മസാലയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി റെഡിയാക്കുമ്പോൾ മസാലയും റൈസും സെപ്പറേറ്റ് സെർവ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ മസാലയുടെ ഒക്കെ ഫ്ലേവർ റൈസിലേക്ക് നല്ലപോലെ കിട്ടും. ഇപ്പം ഞാനത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാലഡിൻ്റെയും അച്ചാറിൻ്റെയും പപ്പടത്തിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.